കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ മൺമറഞ്ഞ ഓണാട്ടുകരയുടെ ആനചരിത്രങ്ങളിലെ കിരീടം വയ്ക്കാത്ത രാജാവ് രാജൻ സ്വാമിയുടെ ചരിത്രങ്ങൾ തേടി ഇത്തിത്താനം ഇളങ്കാവിൽ അമ്മയുടെ മണ്ണിലേക്ക് യാത്ര തിരിച്ചത് തിരുവിതാംകൂറിന്റെ ഏറ്റവും വലിയ ആന മാമാങ്കമായ ഇത്തിത്താനം ഗജമേള ദിവസം എന്നത് വിധി നിയോഗം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥിരമായി ഇളങ്കാവ് ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിനെത്തിയിരുന്ന രാജൻ സ്വാമിയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആന മധുവിനും ഇളങ്കാവ് ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ആ ചരിത്രങ്ങൾ അറിയുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഗജമേള ദിവസം ക്ഷേത്രത്തിലെത്തുന്നത്. പക്ഷേ തേടിയിറങ്ങിയ ചരിത്രങ്ങൾക്ക് മുൻപേ അവിചാരിതമായി ഞങ്ങളുടെ ക്യാമറ കണ്ണിൽ പതിയുകയായിരുന്നു ഒരാൾ. മുൻപെപ്പോഴോ കണ്ടുമറന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു സഞ്ചിയിൽ കുറേ സാധനങ്ങളുമായി ക്ഷേത്രത്തിലെ തിരക്കുകൾക്കിടയിലൂടെ നടന്നു നീങ്ങി. പിന്നാലെ ഞങ്ങളും. മംഗലാംകുന്ന് അയ്യപ്പന്റെ 1-ാം ചട്ടം ശശിയുടെ അനുവാദം വാങ്ങി അയ്യപ്പന് സഞ്ചിയിൽ കൊണ്ടുവന്ന വെള്ളരിക്കയും ബിസ്ക്കറ്റും നൽകുന്നതിനിടയിൽ ഒരു ആനപ്രേമി മറ്റൊരാളോട്, "ദാടാ നോക്ക്, നമ്മുടെ കർണാപ്പിയുടെ തിരുമേനി." മനസ്സിലൊരു സംശയമുണ്ടായിരുന്നെങ്കിലും ഞങ്ങളും ഉറപ്പിച്ചു, അതെ, അത് വർഷങ്ങൾക്ക് മുൻപ് മീശ മുളച്ച് തീരാത്ത പ്രായത്തിൽ മംഗലാംകുന്ന് കർണന്റെ കൊമ്പും പിടിച്ച് നടന്ന് ആനക്കേരളത്തിന്റെ മുഴുവൻ ആകർഷണവും പുതുതലമുറ ആനക്കമ്പക്കാരുടെ ആവേശവുമായി മാറിയിരുന്ന യുവതലമുറയിലെ ചട്ടക്കാരൻ തിരുമേനി എന്ന ഹരികൃഷ്ണനാണ് ആ ചെറുപ്പക്കാരനെന്ന്. പുതിയ കാലത്തിന്റെ താരപ്പകട്ടിന്റെ തങ്കത്തിളക്കവും ആരാധനാവൃന്ദങ്ങളും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി ജീവിത സർവസ്വമായ ആനലോകത്തു നിന്ന് അകന്നു മാറി നിൽക്കുകയാണെങ്കിലും തിരുമേനി എന്ന ചട്ടക്കാരനോട് ഇപ്പോഴും എന്തെന്നില്ലാത്ത സ്നേഹവും അഭിനിവേശവും മനസ്സിലാക്കി തരുന്നതായിരുന്നു ഈ രംഗം. മംഗലാംകുന്ന് അയ്യപ്പന് മുകളിൽ അദ്ദേഹം കയറി നെറ്റിപ്പട്ടം കയറ്റിയപ്പോൾ കൂടി നിന്ന പുരുഷാരത്തിന്റെ ആർപ്പുവിളികളും കരഘോഷവും. രാജൻ സ്വാമിയുടെയും മധുവാനയുടെയും കഥകൾ അറിയുവാനാണ് ഇത്തിത്താനം ഇളങ്കാവിലമ്മയുടെ മണ്ണിലേക്ക് ഞങ്ങൾ എത്തിയതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് അന്നും ഇന്നും അകലം പാലിച്ചു നിൽക്കുന്ന കർണന്റെ സ്വന്തം തിരുമേനിയെ കണ്ടതിനു ശേഷം ആ ചെറുപ്പക്കാരന്റെ അറിയപ്പെടാത്തതും അറിയപ്പെടേണ്ടതുമായ കഥകൾ കോർത്തിണക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ പതുക്കെ വഴിമാറാൻ നിർബന്ധിതരാവുകയായിരുന്നു. തൃശൂർ ജില്ലയിൽ നെല്ലുവായി ഗ്രാമത്തിൽ വടക്കേ മഠത്തിൽ വീട്ടിൽ ജനിച്ച ഹരികൃഷ്ണൻ വീടിനടുത്ത് തന്നെയുള്ള ഒരു പറമ്പും അന്ന് ആ പറമ്പിൽ നെല്ലുവായി സുരേഷ് എന്ന പാപ്പാൻ കൊണ്ട് കെട്ടിയിരുന്ന ആനകളെയും കണ്ടാണ് വളർന്നത്. ആനകളും പാപ്പാന്മാരുമായുള്ള അടുപ്പം വഴി തന്റെ ആത്മാവിലേക്ക് ആനച്ചൂരാവാഹിച്ച തിരുമേനി പഠനത്തിന്റെ ഇടവേളകളിൽ ആനകളെ കാണാനും അതിന്റെ പാപ്പാന്മാരോട് ഏറെ സൗഹൃദം സ്ഥാപിക്കാനും സമയം കണ്ടെത്തി. പഠിക്കാൻ മിടുക്കനായിരുന്നിട്ടും പഠനത്തേക്കാൾ ഏറെ ഇഷ്ടവും താല്പര്യവും ആനകളോടായിരുന്നതിനാൽ ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷം ഉപരിപഠനത്തിനും മറ്റും പോകാതെ ആനക്കമ്പം തലയ്ക്ക് പിടിച്ച് ആനക്കൊപ്പം ചാതുർവർണ്ണ്യങ്ങളില്ലാതെ ശ്രീകോവിലിൽ കയറാതെ നാട് കാണാനിറങ്ങിയ ദൈവങ്ങൾക്ക് വഴിയൊരുക്കി ദാസനാകാൻ ആനപ്പണിയിലെ ആഴക്കടലിലേക്ക് എടുത്തു ചാടിയ ആനപ്രേമികൾക്കിടയിലെ തിരുമേനി എന്ന ഹരികൃഷ്ണന്റെ കഥയാണിത്. ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പൂജാരിമാരാണ്. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒരു കുടുംബം എന്ന് പറയുന്ന കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ ഹരി തിരുമേനി എന്നാണ് എല്ലാവർക്കും, അല്ലെ തിരുമേനി എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പം ആ ഒരു ഇതിൽ നിന്ന് ഈ ആനപ്പണിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പൂജാ കാര്യങ്ങൾ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇതാണ് ഇഷ്ടമെന്നുള്ള രീതിയിൽ പോകാനുണ്ടായ സാഹചര്യം. ഇപ്പോൾ മുത്തശ്ശനായിട്ട് പണ്ടേ ആനപ്പുറമായിരുന്നു. ആനപ്പുറത്തേക്ക് കയറുന്നതിൻ്റെ ഏജൻ്റായിരുന്നു മുത്തശ്ശൻ. പിന്നെ അച്ഛൻ അതുപോലെ ഉത്സവങ്ങൾക്ക് സദ്യ ഉണ്ടാക്കുന്ന പരിപാടികളായിരുന്നു. അപ്പം അങ്ങനെ ഒരു ടച്ച് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ അടുത്താണ് പ്രകാശേട്ടൻ, നെല്ലൂർ പ്രകാശേട്ടൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ ആളിങ്ങനെ ആനയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ട്
ശിവസുന്ദരാനെയും കാളിദാസനാനെയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി ആദ്യം തന്നെ. പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ ആനയിലോട്ട് നമ്മുടെ പഠിപ്പെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ ആനയിലോട്ട് അങ്ങോട്ട് തിരിയാണ് ഉണ്ടായത്. വിദ്യാഭ്യാസം എവിടം വരെയാ നമ്മൾ? ഞാൻ ഡിപ്ലോമ കഴിഞ്ഞു ഇലക്ട്രിക്കലിൽ. ലക്കിടി മണിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ചിറക്കൽ കാളിദാസനിൽ മൂന്നാമനായി ആനപ്പണിയിൽ തുടക്കം. പിന്നീട് അങ്ങോട്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ മൂന്നാമനായും രണ്ടാമനായും നിരവധി ആനകളിൽ പണിയെടുത്തു. ആദ്യമായി ചുമതലയേറ്റ് വഴി നടത്തുന്ന ആന മംഗലാംകുന്ന് തറവാട്ടിലെ കുട്ടിക്കൃഷ്ണനാണ്. ആദ്യം ഏത് ആനയിലേക്കാ പോയത്? ആദ്യം കാളിദാസനാണിക്ക്, ചിറക്കൽ കാളിദാസനാണിക്ക്. അവിടെ എത്ര നാള്? അവിടെ കഷ്ടൊരു കൊല്ലം അടുത്ത്. ആരുടെ കൂടെ ആയിരുന്നു? മണിയേട്ടൻ്റെ കൂടെ, ലക്കിടി മണിയേട്ടൻ്റെ കൂടെ. ലക്കിടി മണിയേട്ടൻ്റെ കൂടെ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ആളെ ഇറങ്ങിയതിന് കൂടിയിട്ട് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു. പിന്നെ ആൾ വീണ്ടും ചെറുപ്പശ്ശേരി ആശാനാനെ അയച്ചപ്പോൾ അതിൻ്റെ കൂടെ പോയി. അങ്ങനെയാണ് തുടക്കം. ലക്കിടി മണിയേട്ടനാണ് നമ്മുടെ ഗുരു എന്ന് പറയുന്നത്. ഇല്ലേ? അവിടുന്ന് നേരെ രാജശേഖരിലേക്ക് പോയി. രാജശേഖരനാണിക്ക്. അവിടെ എത്ര നാള്? രാജശേഖരനാണിക്ക് ആൾ കൊണ്ടുവരുന്ന കാലം, ആൾ കെട്ടിപ്പോരുന്ന കാലം നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. സീസൺ മുക്കാലും ഉണ്ടായിരുന്നു. ചില പ്രശ്നങ്ങൾ കൊണ്ട് നേരത്തെ കെട്ടിപ്പോന്നു. അപ്പം അതുകൊണ്ട് ഞാനും ആളുടെ കൂടെയുള്ള ആളാണല്ലോ, അപ്പം ഞാനും അങ്ങനെ പോന്നു. പിന്നെയാണ് ഞങ്ങൾ ആളായിട്ട് മാറിയത്. പിന്നെ ഞാൻ വേറെ ആനകൾക്ക് പോയി. ആൾ പിന്നെ കുറച്ചു കാലം പിന്നെയും പണി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ പറമേക്കാവിൽ കാശിനാനാനിക്ക് കയറി. അന്നേരം വിളിച്ചായിരുന്നോ? ആ, വിളിച്ചായിരുന്നു. പിന്നെ ഇടയ്ക്ക് ആ സമയത്തൊക്കെ പോയിരുന്നു. അപ്പോഴേക്ക് പിന്നെ ഞാൻ വേറെ ആനകൾക്ക് മാറി. വേറെ അടുത്ത് അത് കഴിഞ്ഞ് പോയ ആനകളൊക്കെ? പിന്നെ അത് കഴിഞ്ഞിട്ട് കർണാനിക്കാണ് പിന്നെ നിൽക്കുന്നത്, ശിവേട്ടൻ്റെ കൂടെ. അപ്പോൾ രാമനാനയ്ക്ക് നിൽക്കുന്നതിന് മുമ്പാണ് കർണാനിക്ക് നിൽക്കുന്നത്. ശിവേട്ടൻ്റെ കൂടെ കുറച്ച് കാലം കർണാനിക്ക് നിന്നു. അപ്പോൾ അന്ന് കർണാനിക്ക് 4-5 പേര് ഇന്നും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ശശിയേട്ടൻ്റെ കൂടെ ആളില്ല, കുറച്ച് ദിവസം പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയ്യപ്പനാനിക്ക് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അയ്യപ്പനാനിക്ക് നിന്നു. പിന്നെയാണ് കുറച്ച് മാറിയിട്ട് കുറച്ച് കാലം മണിയേട്ടൻ്റെ കൂടെ പേരാമനാനിക്ക് നിന്നത്, 4-ാമനായിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും മംഗലാംകുന്ന് വന്ന് കൃഷ്ണകുട്ടി ആന ചുമതല കൂടെയുള്ള ആ യാത്ര, ആ സമയത്തുള്ള യാത്ര. അന്ന് ചെറിയൊരു ചെറുപ്പമുള്ള പ്രായമല്ലേ. പന്നിപ്പോൾ ഈ ആനത്ര ഇങ്ങനത്തെ ഒരു വലിയൊരു ആനയാണ്, നമ്മളിങ്ങനെ കൂടെ നിൽക്കണമെന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. ആവേശത്തിന് പുറത്ത് നമ്മൾ നിന്നു, കുറച്ച് കാലം നിന്നു. പിന്നെ അവർക്കും ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് മണിയേട്ടനും ഭയങ്കര ഇതായിരുന്നു, എതിർപ്പായിരുന്നു. പഠിച്ചിട്ടുള്ള കുട്ടിയാണ്, അപ്പോൾ ആനപ്പണിയൊന്നും എടുക്കരുതേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിട്ട് പോകുന്നതാണ്. അല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവായി പോകുന്നതാണ്. അന്ന് ഈ രാമനുമായിട്ട് പൂരപ്പറമ്പിലൊക്കെ പോയപ്പം മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങൾ ആ സമയത്ത്. അങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല സ്വീകരണവും പേരും. അന്നിപ്പോൾ ഇതുപോലത്തെ അങ്ങനെ പ്രശ്നങ്ങളില്ല. കാരണം അന്ന് ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. ഇന്ന് പരിപാടി, നാളെ പരിപാടി, അങ്ങനെ ഇഷ്ടംപോലെ പരിപാടികളുണ്ടായിരുന്നു. ഇന്നാണിപ്പോൾ വിലക്ക് അത് ഇത് പ്രശ്നങ്ങളൊക്കെ വന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണല്ലോ. അത് കഴിഞ്ഞിട്ട് നേരെ മംഗലാംകുന്ന് പോയി. അങ്ങോട്ട് വീണ്ടും പോകാനുള്ള സാഹചര്യം എന്തായിരുന്നു മംഗലാംകുന്നത്തേക്ക്? സാഹചര്യം പറഞ്ഞാൽ അന്നിങ്ങനെ ഈ ആനയ്ക്ക് പോയതിനു ശേഷം നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഇറങ്ങിയല്ലോ. ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ കുറച്ച് ദിവസം നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ നമ്മൾ നേരെ മംഗലാംകുന്ന് പോയി. അതായത് ആന ഇല്ലാതെ ഇപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പറയണം, മധുവേട്ടനായാലും ഒന്ന് പറയും പഠിക്കാൻ പോ, ആളാണ് പാസ്പോർട്ട് എടുക്കാനും ജോലിക്ക് പുറത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ അന്ന് റെഡിയാക്കിയത്. അപ്പോൾ അത് കാരണം ഇവിടെയൊക്കെ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ നേരെ മംഗലാംകുന്ന് പോയി. അവിടെ കുറച്ച് ദിവസം വീണ്ടും അയ്യപ്പനാണിക്ക് നിന്നത്. മംഗലാംകുന്ന് ആന അവിടെ ചെന്നു. ആ ഒരു സീസൺ അവസാനം വരെ അയ്യപ്പനാണിക്ക് നിന്നു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് കൃഷ്ണകുട്ടി ആന അയക്കുന്നത്. കൃഷ്ണകുട്ടി ആന ആദ്യമായിട്ട് സ്വന്തമായിട്ട് അഴിക്കുന്നത് കൃഷ്ണകുട്ടി ആന. അത് എത്ര 3.5 കൊല്ലം കൊണ്ട് കടന്നു കൃഷ്ണകുട്ടി ആന. എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ഹരി എന്ന ചട്ടക്കാരനോട് ആനപ്രേമികൾക്ക് എന്തെന്നില്ലാത്ത സ്നേഹവും അഭിനിവേശവും അതേപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു നാമം മാത്രം. ആരവങ്ങൾ ഉയർന്ന പൂരപ്പറമ്പുകളിൽ ആകാശത്തിലെ വെൺമേഘങ്ങളെ ചുംബിച്ച, സൂര്യകിരണങ്ങളെ തണലാക്കിയ തലയെടുപ്പിന്റെ തമ്പുരാൻ, ഗജകുലമാർത്താണ്ഡൻ, മംഗലാംകുന്ന് കർണൻ. പാറശ്ശേരി ചാമിയും ആറ്റക്കര നാരായണനും പറളി ബാലകൃഷ്ണനും മണ്ണാർക്കാട് ശശിയും മുതൽ എണ്ണം പറഞ്ഞ കർമ്മവീഥിയിലെ പാലക്കാപ്പി പരമ്പര കൈപിടിച്ച് നടത്തിയതാണ് കർണനെ. എങ്കിലും ആരാധകർക്ക് അല്പം ഇഷ്ട കൂടുതലാണ് ഹരിയോട്.
അതിന് തക്കതായ കാരണവുമുണ്ട്. തന്റെ നിലവിന്റെ മായാജാലമൊരുക്കിയ മാതംഗമാന്ത്രികൻ മംഗലാംകുന്ന് കർണൻ പ്രായാധിക്യവും ചില ശാരീരിക ബുദ്ധിമുട്ടുകളും കാരണം അവശനിലയിൽ ഇനിയൊരിക്കലും പൂരപ്പറമ്പിലേക്ക് തിരികെ വരില്ലെന്ന് അവന്റെ കടുത്ത ആരാധകർ പോലും വിധിയെഴുതിയിരുന്ന കാലത്ത് ഹരി എന്ന ഇളമുറക്കാരൻ കർണന്റെ സംരക്ഷണവും പരിചരണവും കൈയേൽക്കുകയായിരുന്നു. ആനപ്പണി എന്ന തൊഴിലിനെ ഏറ്റവും ബഹുമാനത്തോടെയും ഉത്തരവാദിത്ത ബോധത്തോടെയും കണ്ടിരുന്ന ഹരി മനസ്സിനിഷ്ടത്തോടെയുള്ള കഷ്ടപ്പാടും വേണ്ടത്ര കരുതലും ശ്രദ്ധയും മരുന്നും ചികിത്സയും കൊടുത്ത് കർണനോടൊപ്പം ജീവിച്ചും സ്നേഹിച്ചും കൊണ്ട് കർണനുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അത്യപൂർവമായ ആത്മബന്ധം വഴി ഉത്സവ കേരളം പിന്നീട് കാണുന്നത് ആനപ്പണിയിൽ പലരും മോഹിച്ച കർണൻ എന്ന വിസ്മയത്തിന്റെ കൈയും പിടിച്ച് വിധിനിയോഗങ്ങൾ കാരക്കോലെടുപ്പിച്ച വീണ്ടും കർണന്റെ ആട്ടക്കലാശങ്ങൾക്ക് വഴിയൊരുക്കാൻ അഗ്രഹാരങ്ങളിൽ നിന്നെത്തിയ ആനപ്രേമികൾക്കിടയിലെ ഒരേ ഒരു തിരുമേനി എന്ന ഹരികൃഷ്ണന്. പൂരപ്പറമ്പുകളിൽ നിന്ന് പിൻവാങ്ങി വിശ്രമകാലത്തിന് ശേഷം കർണൻ തിരിച്ചെത്തി. അല്ല, തിരുമേനി അവനെ തിരിച്ചെത്തിച്ചു. തങ്ങളുടെ തമ്പുരാനെ തിരിച്ചെത്തിച്ച തിരുമേനിയെ കർണന്റെ ആരാധകർ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. കൃഷ്ണൻകുട്ടിയാനെ 3.5 കൊല്ലം കൊണ്ടു കടന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം മൈലാശ്ശേരി കേശവനാനെ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് പിന്നെ കർണാനയിലോട്ടുള്ള വിളി. കേശവനാനയ്ക്കും ചുമതലയായിരുന്നു. ചുമതലയായിരുന്നു. കൂടെ നിന്ന് അന്ന് രാജേഷ് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഒല്ലൂക്കരാനിക്ക് നിൽക്കുന്ന പയ്യനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ കർണാനിക്ക് മാറാന്ന് പറഞ്ഞപ്പോൾ അവന് ചുമതലയാക്കി കൊടുത്തിട്ടാണ് വിളിച്ചായിരുന്നു അങ്ങോട്ട്. നമ്മുടെ ഒരു കൂട്ടുകാരൻ ജയേട്ടൻ നട്ട് കോട്ടയിൽ. അപ്പൊ ആള് മുഖാന്തരമാണ് മംഗലാവുന്ന കൂടുതൽ പോകലും കാര്യങ്ങളൊക്കെ. പിന്നെ ശശിയേട്ടനും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ കർണാനയിക്കാന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ പോയി നോക്കി. കുഴപ്പമില്ല. അടിക്കുന്നതിനൊക്കെ എങ്ങനെ അതിൻ്റെ ഇല്ല, കെട്ടിയടിക്കാണിച്ചാലാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം നമ്മളെ സ്നേഹത്തോടുകൂടി ശശിയേട്ടൻ ആദ്യം ഇരുത്തിയിട്ട് നമ്മൾ കഴുകും. പിന്നെ രണ്ടാമത്തെ ദിവസം ഒരു പുറം ശശിയേട്ടൻ ഇരുത്തി ഒരു പുറം നമ്മൾ ഇരുത്തി കഴുകും. പിന്നെ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് തന്നെ 2 സൈഡ് ഇരുത്തി കഴുകാം. ആ ഒരു തീറ്റച്ചട്ടത്തിൽ അങ്ങനെയാണ് അയച്ചെടുത്തതാണ്. തല്ലി കുത്തിയിട്ടൊന്നല്ല അയച്ചെടുത്തത്. സ്നേഹത്തിന്റെ പുറത്താണ് അയച്ചത്. അപ്പോൾ ഞാൻ നിന്ന 3 കൊല്ലം നമുക്ക് കെട്ടിയടിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അങ്ങനെ കെട്ടിയടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന്. കെട്ടിയടിക്കാനും അങ്ങനത്തെ ഒന്നും നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അന്ന്. പിന്നെ അത് ശശിയേട്ടൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് അയക്കാനുള്ള കാര്യങ്ങളൊക്കെ സഹായിച്ചതൊക്കെ ശശിയേട്ടൻ തന്നെയാണ്. അവിടെ ആദ്യം കർണനാനായിട്ട് ചുമതലയേറ്റതിന് ശേഷം പോകുന്ന എവിടോട്ടായിരിക്കും പൂരം? ഫസ്റ്റ് എറണാകുളത്തൊരു മട്ടാഞ്ചേരി അമ്പലത്തിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. ആഴ്ച മാസം ചികിത്സയെല്ലാം കഴിഞ്ഞ് ഒന്ന് ഉഷാറായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ആന ചുമതലയേൽക്കുമ്പോൾ ക്ഷീണം ഉണ്ടായിരുന്നു. കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത്. അവിടുന്ന് പിന്നെ എറണാകുളത്ത് പോയി പരിപാടി എടുത്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഒരു 3-3.5 കൊല്ലം വരെ അത്യാവശ്യം പരിപാടികൾ ഒരുവിധം പ്രൗഢിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് എൻ്റെ വിശ്വാസം. പിന്നെ അവിടെ കർണനാനായിട്ട് പോയി ഒത്തിരി പൂരപ്പുറമ്പിൽ പോയിട്ടുണ്ടല്ലോ. മത്സര പൂരങ്ങള് പോണ പൂരം മുഴുവൻ മത്സര പൂരാണല്ലോ. കൂടുതലും കുന്നംകുളം ഏരിയയിൽ ഫുള്ള് മത്സര പൂരങ്ങൾ. കർണാന അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു ആനയാണ് ഈ പരിപാടികളിൽ നിന്ന്. കർണനാനായിട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഈ ആൾക്കാരുടെ ഒരു സ്നേഹം ഇല്ലേ? ഒരു പക്ഷേ വേറൊരു ആന അല്ല, കർണനാന ആയതുകൊണ്ടാണ് ഈ പേര് നമ്മൾ ഈ ഒരു പണിയിൽ ഇത്രയും കാലം ഒരു ഇടവേള എടുത്തിട്ടും ഇപ്പോഴും നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഒരാൾ കണ്ട എപ്പോഴും ഹരി എന്നുള്ളൊരു പേര് ആൾക്കാർ വിളിക്കാണ്ട് ഇപ്പോഴും തിരുമേനി എന്ന് വിളിക്കുന്ന ആനോട് പവറുണ്ടാകും. ആനയുടെ ഇത്രയും വർഷമായി നമ്മൾ ആനയെ കെട്ടി ഒഴിഞ്ഞു. ഇപ്പോഴും നമ്മളൊരാൾ കാണുമ്പോൾ നമുക്ക് ഉള്ളൊരു വില ഇന്നും ആ ആന കാരണമാണ്. പതുക്കെ പതുക്കെ പൂരപ്പറമ്പുകളിൽ കർണൻ സജീവമായി. മത്സരപൂരങ്ങളിൽ എതിരാളികൾ പരാജയം സമ്മതിക്കും വരെ നിലവുയർത്തി ഏത് സദസ്സിന്റെയും നെടുനായകത്വം ഏറ്റെടുക്കുന്ന കർണനെയാണ് ഇത്രയും നാൾ ആരാധകർ കണ്ടിരുന്നത്. എങ്കിൽ കർണന്റെ പ്രായവും അവന്റെ ശാരീരിക ക്ഷീണവും മനസ്സിലാക്കിയിരുന്ന ഒരു യഥാർത്ഥ ആനപ്രേമി കൂടിയായിരുന്ന തിരുമേനി വലിയ മത്സരങ്ങളിലേക്ക് ഒരിക്കൽ പോലും കർണനെ നിർബന്ധിച്ചില്ല. ഇത് പലപ്പോഴും ആരാധകരിൽ നിരാശയുണർത്തി. അങ്ങനെയിരിക്കെ വലിയൊരിടവേളയ്ക്ക് ശേഷം രാമനും കർണനും കുന്നംകുളത്ത് ഒരേ പൂരത്തിനെത്തുന്നു എന്നുള്ള വാർത്ത ആനപ്രേമികൾക്കിടയിൽ പടർന്നു. അത് ആരാധകർക്കിടയിൽ വലിയ ആവേശമുണർത്തി. രാമനും കർണനുമല്ലേ ഏറ്റുമുട്ടുന്നത്? മത്സരം തീ പാറും. അതെ, രാമകർണന്മാർ ആവേശമുണർത്തിയ മറ്റൊന്നും തന്നെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്ന് നിസ്സംശയം പറയാം. മതിയായ പ്രതിയോഗികളായി മത്സരവേദികളിൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ട വീര്യവുമായി ശരിക്കും അവർ നിറഞ്ഞു നിന്നു ഇക്കാലം അത്രയും.
തനിക്കൊത്തവനായും തനിക്ക് മുകളിലും രാമൻ പടർന്നു പന്തലിച്ചപ്പോഴും കൂസലില്ലാതെ പോരാടിയ കർണന്റെ ആ പോരാട്ട വീര്യം കാണാനെത്തിയ കർണന്റെയും രാമന്റെയും ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് കർണനുമായി എത്തിയ തിരുമേനിയും രാമന്റെ കൊമ്പും പിടിച്ചെത്തിയ തൃക്കരിയൂർ വിനോദം ചേർന്ന് ഒരല്പസമയം അതൊരു സൗഹൃദ മത്സരം മാത്രമായി അവസാനിപ്പിച്ചു. നമ്മുടെ ഈ തുടക്ക സമയത്ത് കയറിയ ആനയാണല്ലോ നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ. പിന്നീട് നമ്മൾ കർണനാനെ കയറി കർണനാനെ അഴിച്ചു. പിന്നെ നമ്മൾ പൂരപ്പറമ്പിലേക്ക് ഇറങ്ങി. അങ്ങനെ രാമൻ്റെ കൂടെ ഇന്ന് മത്സരിക്കേണ്ട അവസരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും ഒക്കെ മത്സരിക്കും. എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പങ്കുവെക്കാനുണ്ടാകും. മത്സരങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ എന്താ പറയും, ഞാനും രാമനും ആ ഒരു കാലഘട്ടം വന്നപ്പോഴേക്കും അളവിലോട്ട് മാറി കൂടുതലും. അപ്പോൾ മത്സരം എന്ന് പറഞ്ഞൊരു ഇത് മാത്രം, അതായത് പണ്ട് പറയും മത്സരം എന്ന് പറഞ്ഞാൽ ഈ മത്സരം കഴിഞ്ഞിട്ടാണ് സ്ഥാനം കിട്ടുക. ഇപ്പോൾ തടമ്പായാലും എന്തായാലും ഈ മത്സരത്തിന് ശേഷമാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ആ ഒരവസ്ഥയിൽ പറയുമ്പോൾ അളവിലുള്ള ആനയ്ക്കാണ് സ്ഥാനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ഒരു അതായത് സൗഹൃദ മത്സരങ്ങൾ, അതായത് വലിയ വിഷയമില്ലാക്കാണ്ട് അല്ലെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാക്കാത്തൊരു മത്സരത്തിലോട്ടായി പിന്നെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ. പിന്നെ ഒന്നാമത് ഈ പ്രായമുള്ള ആനയാവുകൊണ്ട് കൂടുതൽ മല്ലിക്കെട്ടി പണ്ടത്തിലെ പോലെ പരിപാടി പൂരം തുടങ്ങി കഴിയുന്നവരൊന്നും അത്രയ്ക്കൊന്നും നമ്മൾ മത്സരിപ്പിക്കില്ല. അപ്പോൾ നമ്മൾ സഭയിൽ വരുമ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് മോശമില്ലാത്ത രീതിക്ക് ആനയ്ക്കും ആ ഒരു പഴയ പ്രൗഢിയിലുള്ള ആനയാണെന്നുള്ളതെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം നിർത്തും. പിന്നെ നമ്മൾ ബാക്ക് ടു നോർമലായിരിക്കും. പണ്ടത്തെ അവസ്ഥയിൽ വെച്ച് നമുക്ക് കർണാനയ്ക്ക് വിഷയമില്ല. 7 സ്റ്റെപ്പായാലും 10 സ്റ്റെപ്പായാലും കർണാന നിന്നോളും. അപ്പം അങ്ങനെയുള്ളൊരു അങ്ങനത്തെ ഒരു മത്സരപൂരത്തിനൊക്കെ വിടുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ വരിക. അല്ല നോർമൽ ഒരു പൂരത്തിന് മുമ്പ് നമ്മൾ ആ സഭയിൽ മുമ്പ് ആനയെ നിർത്തും. പിന്നെ ഇടയ്ക്കിപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് നിർത്തി പോകുന്നതുകൊണ്ട് നമുക്ക് വിഷയമില്ല. അങ്ങനെ പ്രായാധിക്യം കൊണ്ടുള്ള പ്രശ്നങ്ങളും പിന്നെ പഴയ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ നിർത്തി എടുക്കാൻ പറ്റില്ല. പുതിയ കാലത്ത് കുന്നംകുളത്തെ പൂരപ്പറമ്പുകളിൽ ഉൾപ്പെടെ അളവ് സ്ഥാനമാനങ്ങൾ നിർണയിക്കാൻ തുടങ്ങിയപ്പോൾ രാമന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന കർണനെ ഒരു വള്ളപ്പാട് അകലെയായി മാറ്റി നിർത്തപ്പെട്ടതോടെ മത്സരപൂരങ്ങളുടെ ആവേശം തന്നെ നഷ്ടപ്പെട്ടു. കാലം ഒരൽപ്പം പുറകോട്ട് പോയിരുന്നെങ്കിലെന്ന് വെറുതെയെങ്കിലും പൂരപ്രേമികൾ ചിന്തിച്ചു പോയി. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. നമ്മൾ എടുത്തതിൽ ഏറ്റവും വലിയ പൂരം എന്ന് വെച്ചാൽ മറക്കാൻ പറ്റാത്ത ഒരു എപ്പോഴും എല്ലാവർക്കും കാണുമല്ലോ, പ്രത്യേകിച്ച് കർണനുമായിട്ട് പോകുമ്പോൾ. പിന്നെന്താ പാർക്കാടി പുലർച്ചെ നമ്മുടെ ഒരു കൂട്ടുകാരൻ അനന്തുവാണ് വിളിച്ചു പറയുന്നത് കർണാൻ അങ്ങനെ ചെരിഞ്ഞ് തിരുമേനി എന്ന് പറഞ്ഞാണ് വിളിക്കണത്. അപ്പം ഞാൻ വെറുതെ പറയലടാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. പിന്നെന്തോ കൂടുതൽ സ്നേഹമുള്ള ആൾക്കാരെ അങ്ങനെ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം നമ്മളെ അടുപ്പിക്കാൻ പറ്റിയില്ല. ഞാനൊഴികെ ബാക്കിയൊരു ഇതാഴ്ചയുള്ള എല്ലാ ആനക്കാരോട് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും എടുത്തെടുത്ത് തന്നെ പറഞ്ഞു, തിരുമേനിക്ക് മാത്രം എത്താൻ പറ്റിയിട്ടില്ല എന്ന്. അതൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണത്. കറക്റ്റ് കുഞ്ചുവാനെ കർണാനുള്ള ലുക്കിൽ തന്നെ നിൽക്കണം.